ഹലോ, അപ്പോൾ അതാ ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് വെച്ചിട്ടുള്ള കുറച്ചധികം വിഭവങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കാണിക്കാത്ത ഒന്ന് രണ്ട് റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾ അതും കൂടി നോക്കിക്കോളൂ. നമുക്ക് ക്യാരറ്റ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ചധികം വിഭവങ്ങൾ തന്നെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം. അപ്പോൾ ഇതിലാദ്യം കാണിക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് ക്യാരറ്റ് ഉപ്പിലിട്ടതാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ആദ്യം കഴുകി എടുത്തിട്ട് ഒന്ന് വെള്ളം നല്ലോണം തുടച്ചെടുക്കണം. എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള ക്യാരറ്റാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. നമ്മൾ നല്ല കട്ടിക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അതിലോട്ട് ഉപ്പൊന്നും കയറൂല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ ആദ്യം സ്ലൈസ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന കട്ടിംഗ് ബോർഡും കത്തിയും ഒക്കെ ഒന്ന് തുടച്ചിട്ട് തന്നെ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ ഈ ഒരു ഇതാണെങ്കിലും ക്യാരറ്റാണെങ്കിലും കഴുകിയെടുത്ത ശേഷം വെള്ളമൊക്കെ നല്ലോണം തുടച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞാൽ മതി. വെള്ളത്തോടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇതെന്തായാലും ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ തിളപ്പിച്ചെടുക്കാതെയും ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഒന്ന് കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട് തോന്നുന്നത് ഇത് തിളപ്പിച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ല, അല്ല തിന്നായിട്ട് ഒന്ന് കഴിയുന്നതും കുറച്ച് തിന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഭയങ്കര കട്ടിക്ക് കട്ട് ചെയ്യാതെ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ തിന്നായി കിട്ടാറുണ്ട്. അപ്പോൾ ഇതുപോലെ മൊത്തം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തിന്നായിട്ട് തന്നെ. 1 കിലോ ക്യാരറ്റും നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ നേരെ പകുതിയാക്കാം. ഇതുപോലെ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 രീതിയിൽ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യാറുള്ളത് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ പേര് വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് ക്യാരറ്റിലോട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് ഭരണിയിലാക്കിയിട്ട് ക്യാരറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്, കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു 6 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് തിളക്കുമ്പോൾ നമുക്കിതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ആദ്യം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് ചെയ്യുന്ന പോലെ തന്നെ പൈനാപ്പിൾ അതുപോലെ ബീട്രൂട്ട് ഒക്കെ ഞാൻ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. മാങ്ങ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ തിളച്ച വെള്ളത്തിലോട്ട് ഇങ്ങനെ പാത്രത്തിലോട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാറില്ല. മാങ്ങ ഒന്നും കൂടെ പെട്ടെന്ന് സോഫ്റ്റ് ആകുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്യാരറ്റും അതുപോലെ പൈനാപ്പിൾ ബീട്രൂട്ടൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കാറുള്ളത്. ഇപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന്. അതുപോലെ 1/2 കപ്പോളം വിനീഗറാണ് കേട്ടോ ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇത് ഇനി ഒന്നും കൂടെ നന്നായിട്ട് തിളക്കണം. 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് വരെ ഞാനിത് വീണ്ടും തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ടൊരു 10 പച്ചമുളക്, ഒരു മീഡിയം സൈസിലുള്ള ഒരു 10ഓളം പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഒരു 10 എണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് ഒരു ഇച്ചിരി പഞ്ചസാര, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ഈ ഒരളവിൽ 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊന്നും വേണ്ട, അതിനേക്കാളും കുറവായിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ വേറെന്നൊരു ടേസ്റ്റാണ്. വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പക്ഷേ നല്ല വേറെന്നൊരു ഫ്ലേവറാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഉപ്പൊരിച്ചിരി കുറവുണ്ട്, അതിനപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നല്ല പാകത്തിന് വേണം. നമ്മൾ ഇങ്ങനെയുള്ള ഉപ്പിലിട്ടതൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നല്ലൊരു കണ്ടെയ്നറിലോട്ട് ആക്കി വെക്കാം. ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള പിന്നൊന്ന് നല്ലോണം ചെറുതാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ളത് ഇല്ലാത്തത് കൊണ്ടാണ് കുറച്ചും കൂടെ വലുത് തന്നെ എടുത്തത്. അപ്പോൾ നല്ലോണം ഡ്രൈ ആക്കിയിട്ടുള്ള ജാറ് വേണം എടുക്കാനായിട്ട്. കഴുകിയെടുത്ത ശേഷം നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. വെള്ളത്തോടൊന്നും ഇട്ട് കൊടുക്കരുത്. അതുപോലെ നമ്മൾ ഇതിലോട്ട് സ്പൂണോ തവിയോ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണോ അല്ലെങ്കിൽ തവിയൊക്കെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകും. നമുക്കിത് കുറച്ച് ദിവസമൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയ ദിവസം തന്നെ കഴിക്കുന്നതിനേക്കാളും പിറ്റേന്ന് കഴിക്കാൻ തുടങ്ങുന്നതാണ് ഒന്നും കൂടെ നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. പൈനാപ്പിൾ നമുക്ക് സെയിം ഇതേപോലെ തന്നെ ചെയ്യാം. പൈനാപ്പിൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ക്യാരറ്റിനേക്കാളും. ക്യാരറ്റും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ സംഭവം നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പോളയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഇതിൽ തന്നെ പിന്നീട് ക്യാരറ്റും കൂടെ വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കണം ആദ്യം. ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂണൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കിസ്മിസുമാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്കിത് ആദ്യം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയും മതി. ഇത് വഴന്ന് വന്നിട്ടുണ്ട്, ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നാൽ മതി. നല്ലോണം ഇതാക്കി എടുക്കാനൊന്നും നിൽക്കണ്ട, ഓവറായിട്ട് ഫ്രൈ ആക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു സെയിം പാനിൽ തന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. 2 കപ്പോളം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് 2 കപ്പോളം എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് 2 കപ്പൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ ഒരു നെയ്യിൽ തന്നെ, നെയ്യ് ഇതിൽ പാനിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു ക്യാരറ്റ് പോള ഡിഫറെൻ്റാണ്. നമ്മൾ സാധാരണ ക്യാരറ്റ് അരച്ചിട്ടൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. നെയ്യിലിങ്ങനെ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ആ ഒരു ക്യാരറ്റിൻ്റെ പച്ചമണം മാറി കിട്ടുന്നുമുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. വേറൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബ്ലെൻഡറിലോട്ട് 4 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂണ് മാത്രം മതി. പിന്നെ വേണ്ടത് പഞ്ചസാര, 6 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള മധുരമാണ്. പിന്നെ പാല് 3 ടേബിൾ സ്പൂണ് സാദാ പാക്കറ്റ് പശുവിൻ പാലാണ്. ഇനി ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ആക്കി കൊടുക്കാം. ഇനി അധികം പണിയൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ ഇതിലോട്ട് നേരത്തെ വഴറ്റിയെടുത്തിട്ടുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഏലക്കാപ്പൊടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വനില എസൻസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു സോസ് പാൻ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം. ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മുടെ മുട്ടക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വേറൊരടുപ്പിൽ ഒരു ഫ്രൈ പാൻ നല്ല ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ചൂടുള്ള ഫ്രൈ പാൻ, നല്ല ചൂടായിട്ടുള്ള ഫ്രൈ പാൻ അല്ലെങ്കിൽ തവ നമ്മൾ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം നല്ലോണം കുറക്കണം, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള പാനാണിത്. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് നല്ല തിക്കായിട്ട് തന്നെയാണുള്ളത്. ഇതിൻ്റെ ബാറ്റർ ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം താഴോട്ട് പോകും. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. 20 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ വേവിച്ചെടുക്കാം കേട്ടോ. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട്. ഇപ്പോൾ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, കമഴ്ത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഓൾറെഡി നല്ല വിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിത് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു അടിയിൽ വെച്ചിട്ടുള്ള ഫ്രൈ പാൻ തന്നെയാണ്. ഇതിലോട്ടൊരു ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു ഇച്ചിരി മതി. എന്നിട്ട് നമ്മുടെ ക്യാരറ്റ് ഇതിലോട്ട് കമഴ്ത്തി കൊടുക്കുകയാണ് കേട്ടോ. ക്യാരറ്റ് പോള ഇതിലോട്ട് കമഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ. അപ്പോൾ നല്ല ചൂടുള്ള പാനല്ലേ, അപ്പോൾ 1-2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി, കൂടുതൽ സമയം വെക്കണ്ട. പിന്നെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇത്രയും മതി, ഒരു 2 മിനിറ്റോളം വേവിച്ചിട്ടുണ്ടായി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്യാരറ്റ് പോള. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. എന്തായാലും ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായി. നമുക്ക് ഒരു ക്യാരറ്റ് ഹൽവാൻ്റെ ആ ഒരു അങ്ങനെയുള്ളൊരു ഫ്ലേവറും പിന്നെ ക്യാരറ്റ് പോള കായ്പോളൊക്കെ ചെയ്യുന്നില്ല, ആ ഒരു ഫ്ലേവറും എല്ലാം കൂടെ വരുമ്പോൾ പറഞ്ഞൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ് ക്യാരറ്റ് വെച്ചിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 4 മീഡിയം സൈസിലുള്ള 4 ക്യാരറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വെന്ത് വടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. നമ്മൾ കൂടുതൽ എടുക്കും തോറും വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ പാലും പഞ്ചസാരയും അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 വിസിലൊക്കെ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. പിന്നെ ഓരോ കുക്കറിലും വേവിൽ വ്യത്യാസം ഉണ്ടാവും. ക്യാരറ്റ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമ്മളിത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ക്യാരറ്റ് വേവിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം കഴുകിയിട്ട് തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ വെള്ളം കളയുന്നില്ല, മൊത്തത്തിൽ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരറ്റും പിന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലോട്ട് പഞ്ചസാര മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കൂടുതൽ പാല് ചേർത്ത് കൊടുത്താൽ മതി. നല്ല തിക്കായിട്ടുള്ള പാൽ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം, ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പാല് നല്ല ഫ്രീസായിട്ട് നല്ല കട്ടിയായിട്ടുള്ള പാലൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ തണുത്ത പാൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല പാകത്തിനുള്ള തിക്നെസ് തന്നെയാണ്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ നല്ല പാകത്തിന് നല്ല തിക്കോടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഐസ് ക്യൂബ്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരറ്റ് വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ള സ്റ്റീമഡ് പുഡിംഗ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/4 കിലോ ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല വലിയ ക്യാരറ്റ് ആണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. 1/4 കിലോ 250 ഗ്രാം ക്യാരറ്റാണ്. ഇനി ഇതിലോട്ട് വേണ്ടത് 3/4 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന. പശുവിൻ സാദാ പാക്കറ്റ് പാലാണ്. തിളപ്പിച്ച പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. തിളപ്പിച്ചിട്ട് ചൂടാറിയാലും കുഴപ്പമില്ല, ചൂടോടെ ചേർക്കുന്നെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 2-3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി, കൂടുതൽ വേവിക്കണമെന്നില്ല. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇത് കട്ട് ചെയ്തിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു പാലും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് ഒരു ബ്ലെൻഡറിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാൽ തന്നെ തികയില്ല, നമുക്ക് പിന്നീട് വേറെ പാലും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ആദ്യം ഈ ഒരു പാലും പിന്നെ ഇതിൻ്റെ കൂടെ പഞ്ചസാര മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ 1/2 കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. 6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 7 ടേബിൾ സ്പൂണൊക്കെ 6-7 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്കാദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം.
ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്, ഇതിപ്പോൾ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്, വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 6 ടേബിൾ സ്പൂണാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണാണ് കേട്ടോ. വറുത്ത അരിപ്പൊടിയാണ്. നൈസ് പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പൊടിയിൽ അതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പച്ചരി ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത് ചേർത്ത് കൊടുത്താലും മതി, പച്ചരിപ്പൊടി. ഇനി ഇതിലോട്ട് വേണ്ടത് പാലാണ്. 1/4 കപ്പ് പാൽ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ എല്ലാം കൂടെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് സ്പൂൺ ഇട്ടിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ നല്ലോണം മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ലൊരു ക്രീമി പരുവത്തിൽ നല്ലൊരു തിക്കായിട്ട് തന്നെ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ കട്ട ഇതൊന്നും പീസസ് ഒന്നും ഇല്ല. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ വേവിച്ചെടുക്കുന്നത്, ഈ ഒരു പാത്രത്തിലാണ്, ഞാനിപ്പോൾ ഇങ്ങനെയുള്ള 2 പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഒരു ഇച്ചിരി നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആദ്യം. വലിയ ഒരു പാത്രത്തിൽ തന്നെ വേവിക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട, ഏകദേശം ഒരു 1/4 പാകത്തോളം ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് ഇനി ഒരു ലെയറും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ഒരു സ്റ്റീമറിൽ വെച്ചിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ലെയറും കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ എടുത്തിട്ടുള്ള ഒരു സെയിം പൊടിയാണ്. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 3 ടേബിൾ സ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ തന്നെ എടുക്കാം കേട്ടോ, മെഷർമെൻറ്റ് സ്പൂണിൽ തന്നെ ഇനി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു പരുവം ഒരു മിക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലോട്ട്, ഇതിപ്പോൾ 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ട് ഈ ഒരു കോട്ടിങ് ഇങ്ങനെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, തിന്നായിട്ട്. ഇത് ഫുള്ളായിട്ട് ഇതിലോട്ട് തന്നെ അല്ല, 2 ബൗളിൽ ഉണ്ടാക്കിയിട്ട് വെക്കുന്നുണ്ടല്ലോ ഞാൻ. അപ്പോൾ പകുതി വേറൊരു ഇതിലോട്ടും ഒഴിച്ച് കൊടുക്കാനുണ്ട്. നിങ്ങൾ മൊത്തത്തിൽ ഒരു ട്രെയിലാണ് വേവിച്ചിട്ടുള്ളതെങ്കിൽ മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു കോട്ടിങ് മുകളിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 5 മിനിറ്റോളം വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ 5 മിനിറ്റോളം ഒന്ന് വേവിച്ചിട്ടുണ്ട് വീണ്ടും. അപ്പോൾ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നാൽ നമുക്കിത് മാറ്റാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നല്ലോണം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അരമണിക്കൂർ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലാണെങ്കിൽ അരമണിക്കൂർ വെച്ചാൽ മതി. ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ട് ഫ്രിഡ്ജിലൊക്കെ അരമണിക്കൂറൊക്കെ ഫ്രീസറിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല വിട്ട് വന്നിട്ട് തന്നെ ഉണ്ട്. നമുക്കിനി ഡീമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ വിട്ട് വരുന്ന പരുവത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു സ്റ്റീമഡ് പുഡിങ്. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണ്. ഇങ്ങനെ ഈ ഒരു മുകൾ ഭാഗം ഈ ഒരു കോട്ടിങ്ങും കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. കുറേ മുമ്പ് ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചാനൽ തുടങ്ങിയ സമയത്ത്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. കാണാനും ഒരു ഭംഗിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമ്മളിതിലോട്ട് ചൈന ഗ്രാസും അങ്ങനെയൊന്നും ചേർത്തിട്ടല്ലല്ലോ ചെയ്യുന്നത്, വേവിച്ചെടുക്കുന്ന ആവിയിൽ. അപ്പോൾ നല്ല സോഫ്റ്റാണ്. അതുപോലെ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. കാണാനും ഒരു ഭംഗിയാണ്, ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഹൽവയാണ്, ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ ക്യാരറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നല്ല തിന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കിയെടുക്കുക. ചൂടായി വരുമ്പോഴേക്കും ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ഓൾറെഡി നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലോട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കുന്നില്ല. ഡയറക്റ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ക്യാരറ്റ് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 10 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ക്യാരറ്റിൻ്റെ പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും നിങ്ങൾ വറുത്തെടുക്കുന്നുണ്ടെങ്കിൽ അത് വറുത്ത് മാറ്റി വെക്കുക. മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ള നെയ്യിലോട്ട് ക്യാരറ്റ് ചേർത്തിട്ട് ഇതുപോലെ വഴറ്റി കൊടുത്താൽ മതി.
പിന്നെ നമുക്ക് സെയിം ഇതേപോലെ ക്യാരറ്റിന് പകരം യെല്ലോ പംകിന് വെച്ചിട്ട് നമുക്ക് സെയിം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ക്യാരറ്റിന് പകരം സെയിം അളവിൽ യെല്ലോ പംകിന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു ബാക്കിയുള്ള ചേരുവകളൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് യെല്ലോ പംകിന് വെച്ചിട്ടും ഹൽവ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റോളം ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ 3 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ലിറ്റർ പാലും പിന്നെ 1 കപ്പ് പാലും കൂടെ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 3 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് തിക്കായി വരുന്നവരെ തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വരണം. എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കണ്ടിന്യൂ ഇളക്കി കൊടുക്കണമെന്നില്ല. ഒന്ന് ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. തിക്കായി വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി തിക്കായി കിട്ടാനുണ്ട്. ഒരു മൊത്തത്തിലൊരു 20 മിനിറ്റൊക്കെ സമയം വേണ്ടി വരുന്നുണ്ട്. ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്, ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് വറ്റിച്ചെടുക്കണമെന്നില്ല. ഇതുപോലെ നല്ല തിക്കായിട്ടൊന്ന് കുറുകി വന്നാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് പഞ്ചസാര 1 കപ്പിനേക്കാളും ഒരിച്ചിരി കുറച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 3/4 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള മധുരമാണ്. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 2 ഡ്രോപ്പ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലെങ്കിൽ സാഫ്രോൺ കുറച്ച് പാലിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1-2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നന്നായി തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത്. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോവ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പാൽക്കോവ. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഇതിലോട്ട് 50 ഗ്രാം കോവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മൾ ഓരോ ദിവസം പാല് തിളപ്പിച്ചെടുക്കുമ്പോൾ മുകളിൽ തെളിഞ്ഞ് വരുന്ന പാൽപ്പാടി ഉണ്ടല്ലോ, അതാണ് ഈ ഒരു കോവ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം അത് കളക്ട് ചെയ്തിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളക്കുമ്പോൾ ഈ ഒരു കോവയൊക്കെ ഇതിലോട്ട് നന്നായിട്ട് അലിഞ്ഞ് വരും. പിന്നെ നിങ്ങൾക്ക് കോവയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് വേണമെങ്കിലും മിൽക്ക് മെയ്ഡ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഏതും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ കോവയാണെങ്കിലും മിൽക്ക് മെയ്ഡ് ആണെങ്കിലും. പക്ഷേ ചേർത്ത് കൊടുക്കുമ്പോൾ പറഞ്ഞൊരു ഫ്ലേവറാണ്. കയ്യിലുണ്ടെങ്കിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക. അതുപോലെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കുക. മിൽക്ക് മെയ്ഡിൽ നല്ല മധുരമാണല്ലോ. ഈ ഒരു കോവ മധുരമില്ലാത്ത കോവയാണ്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുന്നത് വരെ ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഒരു വിട്ട് വരുന്നൊരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവമാകണം ഇത്. ഇപ്പോൾ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഒന്ന് കണ്ടിന്യൂ ഇളക്കി കൊടുക്കുക. അപ്പോൾ അടിക്ക് പിടിക്കാതെ നോക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് കണ്ടിന്യൂ ആയിട്ട് ഇളക്കി കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഇനിയും ഇത് നല്ലോണം തിക്കാവാനുണ്ട്. പാത്രത്തിൽ നിന്ന് ഒരു വിട്ട് വരുന്ന ഒരു പരുവം, അതുപോലെ നെയ്യൊക്കെ തെളിഞ്ഞ് വരും. പിന്നെ ആ ഒരു പരുവമാകുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ആകാറായിട്ടുണ്ട്. ഇനിയൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും. ഏകദേശം ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡിയായി വരും. ഇതിലോട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് 5-10 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും. ഓൾമോസ്റ്റ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ ഒരു ഹൽവ ഉണ്ടാക്കിയെടുക്കാനായിട്ടൊരു 40 മിനിറ്റൊക്കെ സമയം എടുക്കുന്നുണ്ട് ഏകദേശം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പാകത്തിനുള്ള പരുവമാണ് ഈ ഒരു ക്യാരറ്റ് ഹൽവ, ഈ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, പാത്രത്തിൽ നിന്ന് ഒരു വിട്ട് വരുന്ന പരുവം. നമ്മളിങ്ങനെ ആക്കിയെടുക്കുമ്പോൾ തന്നെ ഒരു ബോൾ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് തന്നെ ഉള്ള പരുവമായിട്ടുണ്ട്. അതുപോലെ ചെറുതായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടത്. അപ്പോൾ ഇതും നമ്മൾ സ്കൂപ്പ് ചെയ്തിട്ടാണല്ലോ കഴിക്കുന്നത്. മുറിച്ചിട്ട് സെറ്റായി മുറിച്ചിട്ട് കഴിക്കുന്നതല്ല, സ്കൂപ്പ് ചെയ്തിട്ടാണ് കഴിക്കാറുള്ളത്. ഐസ്ക്രീമൊക്കെ കൂട്ടിയിട്ടും കഴിക്കാറുണ്ട് ഒന്നിച്ച് സെർവ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ആരും ഇഷ്ടപ്പെടും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്.
അപ്പോൾ ഇത്രയും മതിന് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്